ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ചെയ്യുന്നത് പഴയ ബക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പഴയ ബക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിൻ്റെ ആ പിടി പോയതും അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിയ ചോർച്ചയൊക്കെ ഉള്ള ബക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് വെള്ളം വീത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ചോർച്ച ഉണ്ടെങ്കിലും. അതുപോലെ പിടി പൊട്ടിയാലും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതിനകത്ത് തുണിയൊക്കെ കഴുകാൻ. അപ്പോൾ അങ്ങനെയുള്ള ബക്കറ്റുകളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് നല്ലത്. ഇതിപ്പോൾ പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പിടി പോയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് പഴയതാണ് കേട്ടോ. പഴയതാണെങ്കിലും നല്ല കട്ടിയുള്ള ബക്കറ്റ് തന്നെയാണ്. അപ്പം എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കയറാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കയറെന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ സാധാരണ പെട്ടി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കയറുണ്ടല്ലോ, അപ്പോൾ അത് ബാക്കി ഇരുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കയറ് തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല ബ്രൗൺ കളർ സാധാരണ നാടൻ കയറ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ചുകൂടെ വണ്ണമുള്ള കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പം തീരെ വണ്ണം കുറഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഗ്ലൂ ഗൺ. അപ്പം ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഒട്ടിച്ച് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം താഴ്ഭാഗത്തു നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. താഴെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ നമ്മുടെ ആ ബേസ് ഭാഗം, അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. തുടങ്ങിയതിന് ശേഷം നമുക്കിത് കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് ഗ്ലൂ ഗൺ തേച്ചിട്ട് അവിടെ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട്, പിന്നെ നമ്മൾ എല്ലായിടത്തും ഒട്ടിക്കേണ്ടി വരില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങൾ വിട്ടു പോവാതെ ഒട്ടിച്ചാൽ മതി. ഒരു 4-5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്ററോ ഒക്കെ വിട്ടിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുന്നില്ലെന്ന് തോന്നിയാൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഒട്ടുക. അപ്പോൾ നിങ്ങളുടെ ആ കയറനുസരിച്ചിരിക്കും ഒട്ടുന്നത്. നല്ല നാടൻ കയറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പം ഇത് കറക്കിയിട്ട് ഈ കയറ് തീരുന്ന വരെ ഒട്ടിക്കാം. അപ്പോൾ കയറ് ചെറിയ പീസാക്കരുത് കേട്ടോ. എത്രയും നീളമുണ്ട് അത്രയും നന്നായിരിക്കും. ഇപ്പം ഇതെനിക്കറിയില്ല ഇത് ഫുള്ള് തികയോ ഇല്ലേന്ന്. അപ്പോൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. അപ്പം അതുവരെ എത്രയും തികയും അതുവരെ നമുക്ക് ഒട്ടിക്കാം. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ലൈനാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. വൃത്തിയിലും ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഒട്ടിക്കുമ്പോൾ ഫുൾ കവറായിക്കോളും. ഇപ്പോൾ ഞാൻ ഒട്ടിച്ച് ഏകദേശം ഇത് തീർക്കുന്നവരെ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ കയറിപ്പം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ഒരു ടിപ്പ് ഭാഗം ഒന്നും കൂടെ ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് കയറുള്ളത്. കുറച്ചുകൂടെ ഭാഗത്തൊക്കെ കയറുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ കയറിനനുസരിച്ചായിരിക്കും ഇതിനൊരു ഭംഗി കിട്ടുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ എടുത്ത കയറ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അത്ര ഒരു ഭംഗി തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇത് ഭംഗിയാക്കി എടുക്കുന്നതാണ്. അപ്പം ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ പിന്നെ ഉണങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കൺഗ്ലൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒട്ടിയാന്ന് ഒന്ന് കറക്കി നോക്കണം. എന്തെങ്കിലുമൊക്കെ ഒട്ടിയിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ഒട്ടിക്കുക. അപ്പം ഇപ്പോൾ ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി വേണ്ടത് ഒരു പില്ലോ കവറാണ്. പില്ലോ കവർ എന്ന് പറയുമ്പോൾ പുതിയത് തന്നെ വേണമെന്നില്ല, പഴയ പില്ലോ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കളറൊക്കെ ഒന്ന് മങ്ങിയ പില്ലോ കവറാണ് കേട്ടോ. നിങ്ങൾക്കിത് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ജസ്റ്റ് കളർ മങ്ങിപ്പോയ പില്ലോ കവറാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ മങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പില്ലോ കവർ മതി. പിന്നെ നല്ല ഭംഗിയൊക്കെയുള്ള പില്ലോ കവറാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. അതിനുശേഷം എന്താ ഈ പില്ലോ കവറിൻ്റെ ആ ചീത്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് എടുക്കണം. അതായത് മറിച്ചിട്ടിട്ട് ഈ ഒരു ചീത്ത ഭാഗമാണ് നമ്മൾ പുറത്താക്കിയിരിക്കുന്നത്. നല്ല ഭാഗം അകത്തും ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ വലിയ ബക്കറ്റൊക്കെ എടുക്കുവാണെങ്കിൽ കുറച്ച് കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ച് കളയേണ്ടി വരും കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ബക്കറ്റിന് ഇത് ഓക്കെയാണ്. കുറച്ച് വലിപ്പമുള്ളൂ, അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ അകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇതുപോലെ കവർ ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കുവാണ്. നമ്മൾ സാധാരണ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന, തുണി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ വലുതാണെന്നുണ്ടെങ്കിലാണ് പില്ലോ കവർ സൈസ് ആവാതെ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ തുണി വെച്ച് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്താ ഇത് നന്നായിട്ട് പിടിച്ചിടുക. അകത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് പുറത്തേക്ക് ഇടുക. നമ്മൾ ഈ കയറ് ഒട്ടിച്ചിരിക്കുന്നല്ലോ, ആ ഒരു ഭാഗം വരെ നമ്മൾ വലിച്ചിടണം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആ ഒരു ലുക്ക് ഇതിന് കിട്ടും. ഒരു പില്ലോ കവറും ഒരു പഴയ ബക്കറ്റ് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതാ വലിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഉൾഭാഗമൊക്കെ അകത്തോട്ടാക്കി കൊടുക്കണം. അപ്പം ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഉള്ള ഭാഗം അകത്തേക്കൊന്ന് മടക്കി വയ്ക്കണം. നമ്മുടെ കയറ് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്തോട്ട് ഇറങ്ങി കിടക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയറുള്ള ഭാഗം കാണില്ല. അപ്പോൾ അതാണ് നല്ല ഭംഗിയുള്ള ഭാഗം. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ നല്ലൊരു കട്ടിയും കിട്ടും, കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നന്നായിട്ട് മടക്കി അകത്തോട്ട് വെച്ചാൽ മതിയാവും.
അപ്പം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് ഗൺ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാം. അപ്പം കുറച്ച് തുണി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഗൺ ഗ്ലൂ മതി. ഇടയ്ക്കിടയ്ക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഗൺ ഗ്ലൂ തേച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇളക്കിയെടുക്കണമെങ്കിലും ഇതുപോലെ വലിച്ചങ്ങ് ഇളക്കിയെടുത്താൽ മതിയാവും, വേറെ തുണി പ്ലേസ് ചെയ്യണമെങ്കിലും. പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് ഒട്ടിക്കണ്ട, ഇത് എപ്പോഴും തിരിച്ചെടുക്കണം എന്നുള്ളൊരു ഇതുള്ളവർക്ക് ഒട്ടിക്കാതെ വെച്ചാലും മതി. പക്ഷേ നമ്മൾ ഒട്ടിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൃത്തി. നമുക്ക് ഈ ഒരു തുണി എടുക്കേണ്ട ആവശ്യം വരില്ല, നമുക്ക് വേണ്ടാത്തൊരു പില്ലോ കവർ എടുത്താൽ മതിയാവും. അപ്പോൾ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കറക്റ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ കുറച്ച് എക്സ്ട്രാ കിടക്കുവാണെങ്കിൽ അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഡെക്കറേഷൻ വർക്ക് ചെയ്യണം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിയതല്ല, ഉമ്മയുടെ ഒരു സ്കാർഫിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇളക്കിയെടുത്തതാണ്. അപ്പം ഇതുപോലെ ആ സ്കാർഫുകളിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിൽ നിന്നൊക്കെ നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ അത് ഡ്രസ്സ് കളയുമ്പോൾ ഇതുപോലത്തെ ലേസ് എടുത്തതിന് ശേഷം മാത്രം കളയുക. അപ്പം നമുക്കിതുപോലെ ഉപയോഗിക്കാമല്ലോ. അപ്പം ഞാനിപ്പോൾ ദാ ഇത് ഈ മുകൾ ഭാഗത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഗൺ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ജസ്റ്റ് എല്ലാ ഭാഗത്തും തേക്കണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ പിന്നെ നനയ്ക്കുന്നതൊന്നുമില്ലല്ലോ, ഈ ഒരു ചെറിയ കൂട. അപ്പം നന്നായിട്ട് കവർ ചെയ്യുക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടും. നല്ല പില്ലോ കവറും നല്ല ഭംഗിയുള്ള ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചാണ് ചെയ്യുന്നത്, വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഭാഗം ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായില്ലേ. അപ്പം ഇനി കുറച്ചുകൂടെ പരിപാടിയുണ്ട് ഇതിൻ്റെ. അപ്പം ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള വർക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് കറക്കി കാണിക്കാം. കണ്ടോ, എല്ലായിടത്തും ഒരുപോലെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ കയ്യിലൊരു റിബൺ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഇതിലോട്ടൊന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ റിബൺ വെച്ചിട്ട് ഞാൻ ഒന്ന് താഴേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ പില്ലോ കവർ തീരുന്ന ആ ഭാഗത്തിന് ജസ്റ്റ് മുകളിലായിട്ട് വെച്ചിട്ടാണ് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെട്ടിയതിന് ശേഷം നമുക്കൊരു ബോ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ റിബൺ ഇപ്പോൾ ഇത്ര പീസേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ റിബൺ വെച്ചിട്ട് ചെറിയൊരു ബോ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിബണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ഗൺ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുവാണ് ജസ്റ്റ്. അപ്പം ഇനിയൊരു സാധനം കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ ഡെക്കറേറ്റ് ചെയ്ത് ഓവർ ആവുമെന്ന് അറിയത്തില്ല, എങ്കിലും ഉള്ളതൊക്കെ വെച്ചിട്ട് ചെയ്യുവാണ്. അപ്പോൾ അതാ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ബോയുടെ പുറമേ എനിക്ക് കുറച്ച് ഭംഗി തോന്നുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സാധനം കൂടെ ഒട്ടിച്ച് വയ്ക്കാം, ഈ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത്. അപ്പോൾ അതിന് മുമ്പ് റിബൺ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഭംഗി ഉണ്ടാവും. എക്സ്ട്രാ കിടക്കുന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ, ഇതൊരു ഫ്രോക്കിൻ്റെതാണ്. അപ്പോൾ ഞാൻ ഇത് ഇളക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് മിഡിലിൽ. ആ ഒരു കയറുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു കളറാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഒന്നും കൂടെ ഒന്ന് ഒട്ടിക്കണം. കുറച്ച് ലൂസായിട്ട് കിടക്കുവാണ്. ഇതിപ്പോൾ ബക്കറ്റ് കുറച്ച് പൊക്കം കുറഞ്ഞതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഗൺ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. വൃത്തിയായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നമുക്ക് കുട്ടികളുടെയൊക്കെ ടോയ്സൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഹാളിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും വൃത്തിയായിട്ട് ഇത് ഇരുന്നോളും. അവർ കളിച്ചതിന് ശേഷം അവർ തന്നെ കൊണ്ടുവയ്ക്കും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോണ്ട്രി ബാസ്ക്കറ്റായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ മുഷിഞ്ഞ തുണികളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപയോഗം വേണമെങ്കിലും ഈ ഒരു ബാസ്ക്കറ്റ് വെച്ച് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന ബക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്